ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ്, അതേപോലെ പാകിസ്ഥാൻ, അമേരിക്ക, ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ യൂനസിന്റെ വിഷയം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ, യൂനസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏത് നേരത്ത് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതൊരു പക്ഷേ 2-3 ദിവസത്തിനുള്ളിൽ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു 60% ഈ സാധ്യത വളരെ വളരെ വ്യക്തമായിട്ടുള്ളതാണ്. ഒരു 40% വേണമെങ്കിൽ കുറച്ച് ഡിലേ സംഭവിച്ചേക്കാം. പക്ഷേ ഈ ഒരു സംഭവം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്തിനാണെന്ന് പറഞ്ഞാൽ, ഈ ഒരു വിഷയം, കോർ വിഷയം എന്താണെന്ന് നമ്മൾ ഇതിനകത്ത് അന്വേഷിച്ച സമയത്ത് അമേരിക്കയുടെ ഇടപെടലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇന്ത്യയുടെ ഇടപെടലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതൊക്കെ ഈ ഒരു വാർത്ത പറഞ്ഞു വരുന്ന മുറയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പം അമേരിക്കയിൽ വഖാറുസമാൻ ഉൾപ്പെടെ യൂനസിന് ഉൾപ്പെടെയുള്ള ക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ യൂനസിൻ്റെ ക്ഷണം ഇപ്പോൾ യൂനസിനെ അങ്ങോട്ട് വിളിക്കുന്നില്ല. അപ്പോൾ വഖാറുസമാനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അമേരിക്ക നോക്കിക്കാണുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല. കാരണം ഈ ഒരു കോക്സ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ഈ മാപ്പിൽ കാണിക്കുന്ന ഈ ഒരു കോക്സ് ബസാർ. ഈ കോക്സ് ബസാർ എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ സ്ഥലമാണ്. റക്കൈൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം. ഇത് രണ്ടും തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഈ റക്കൈൻ സ്റ്റേറ്റിൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശിന് എതിരായിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത്, 100%. പക്ഷെ അതേസമയം ഈ കോക്സ് ബസാർ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ശരിക്കും ബംഗ്ലാദേശിന്റെ ഗവൺമെന്റിന്റെ ധാരണ പ്രകാരം ശരിക്കും അവിടെ ബംഗ്ലാദേശിനെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ടാവണം എന്നാണ് ധാരണ. പക്ഷേ ഈ കോക്സ് ബസാറിൽ ശരിക്കും ഇപ്പം ബംഗ്ലാദേശിന് എതിരെയുള്ള ടീമുകളാണ് അതിനകത്തുള്ളത്. അപ്പൊ ഇപ്പൊ യൂനസിന് ഗവൺമെന്റ് എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഈ കോക്സ് ബസാറും റഖൈൻ സ്റ്റേറ്റും രണ്ടും തമ്മിൽ ഒരു കോറിഡോർ സ്ഥാപിക്കാനുള്ള ശ്രമം. അപ്പൊ ഈ ഒരു കോറിഡോർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശിനെതിരെയുള്ള ടീമുകൾ ഈ കോക്സ് ബസാറിലേക്ക് ഇരച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ റഖൈൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് ബംഗ്ലാദേശിന്റെ കുറച്ച് സ്ഥലങ്ങളും കൂടി കയറി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനെ ചൊല്ലി വഖാറുസമാൻ വളരെ വ്യക്തമായിട്ട് നോ പറഞ്ഞിട്ടുണ്ട്. ഇത് പാടില്ല എന്ന്, ഈ ഒരു കോറിഡോർ പദ്ധതി പാടില്ല എന്നാണ് വഖാറുസമാന്റെ സൈഡിൽ നിന്നും ആർമിയുടെ സൈഡിൽ നിന്നും പോകുന്ന നിർദ്ദേശം. ഈ നിർദ്ദേശം യൂനസ് കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതൊന്ന്. ഇതിലുപരിയായിട്ട് ആർമിക്ക് ബംഗ്ലാദേശിന്റെ നിലവിലുള്ള ഭരണകൂടത്തിന് മേലുള്ള ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഇന്ത്യ വിരുദ്ധത കാണിക്കുന്നുണ്ട്. ശരി, അതൊരു പരിധി വരെ ആർമി അത് ഓക്കെ എന്ന് പറഞ്ഞ് സഹിച്ചാലും പാകിസ്ഥാനിന്റെ കടന്നുവരവ്, അതായത് പാകിസ്ഥാന്റെ വളരെ സീരിയസ് ആയിട്ടുള്ള കടന്നുവരവ് ബംഗ്ലാദേശ് ആർമി താല്പര്യപ്പെടുന്നില്ല. താല്പര്യപ്പെടാതിരിക്കാനുള്ള കാരണം വളരെ വ്യക്തമാണ്. കാരണം 71 മുമ്പ് എന്തായിരുന്ന അവസ്ഥ, അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എത്രമാത്രം സ്ട്രഗിൾ ഏറ്റെടുത്തിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ് ഉണ്ടാകാൻ, ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഒരു രാജ്യം രൂപീകരിക്കാൻ സാഹചര്യം ഒരുക്കിയത് എന്നുള്ളതൊക്കെ ആർമിക്ക് വളരെ വ്യക്തമാണ്. ആർമി പാകിസ്ഥാനുമായിട്ട് ചെറിയ ഇടപെടലൊക്കെ നടത്തിയാലും ഇന്ത്യക്കെതിരെ ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ആയിട്ട് അത് ഉപയോഗിക്കാം എന്നുള്ളതിലുപരിയായിട്ട് പാകിസ്ഥാന്റെ ഡീപ്പ് റൂട്ടിലുള്ള ഇടപെടൽ ബംഗ്ലാദേശിനുള്ളിൽ വേണ്ട എന്നാണ് ബംഗ്ലാദേശ് ആർമി തീരുമാനിക്കുന്നത്. പക്ഷേ ഈ ഭരണകൂടം, ഈ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഈ തീവ്ര നിലപാടുള്ള ആൾക്കാർ ഭരിക്കുന്ന ഈ ഒരു ഭരണകൂടത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, അവര് 71 മുമ്പ് ഏതൊരു രാജ്യവുമായിട്ടാണ് ഇവർ ഫൈറ്റ് ചെയ്ത് സെപ്പറേറ്റ് രാജ്യമായിട്ട് മാറിയത്, ആ രാജ്യത്തിന്റെ ആർമിയെ തന്നെ ഉള്ളിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു ഭരണകൂടം ശ്രമിക്കുന്നത്. അപ്പം ഈ ശ്രമത്തെയാണ്, ഇതിനെയാണ് ശരിക്കും ബംഗ്ലാദേശ് ആർമി, വഖാറുസമാന്റെ നേതൃത്വത്തിൽ ഉള്ള ബംഗ്ലാദേശ് ആർമി ചെറുത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഈ പോയിന്റുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് യൂനസുമായിട്ട് വഖാറുസമാനിന് കോൺട്രാഡിക്ഷൻ പല തവണയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ, ഇപ്പൊ ഇന്നലെ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാൽ, ഇന്നലെ പല സെക്ടറിലുള്ള ആൾക്കാർ അവിടെ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബംഗ്ലാദേശ് ലിബറേഷൻ പാർട്ടി എന്ന് പറഞ്ഞ ഒരു ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് പ്രൊട്ടസ്റ്റുമായിട്ട്. അതുപോലെ തന്നെ സ്റ്റുഡന്റുകളുടെ ഗ്രൂപ്പ്, സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പ് ഇതേപോലെ തന്നെ പ്രൊട്ടസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിലുപരിയായിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട മതപരമായ ടീമുകൾ ഒരു സൈഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് ബംഗ്ലാദേശിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ പൊട്ടിത്തെറിയും അതിനെ തുടർന്ന് യൂനസിന്റെ അറസ്റ്റുമാണ് അടുത്ത് നടക്കാനിരിക്കുന്ന ഒരു സംഗതിയായിട്ട് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ലാസ്റ്റ് വീക്ക് ഒരു മീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡാക്കയിൽ റാഡിസൺസ് ബ്ലൂ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഈ ഒരു മീറ്റിംഗ് സംഭവിച്ചത്. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ ലഫ്റ്റനന്റ് ജനറൽ അസീം മാലിക്, അറിയാലോ, ISIയുടെ തലപ്പത്തുള്ള ആളാണ്. ഇവിടെ പാകിസ്ഥാന്റെ ഇന്റലിജൻസ് യൂണിറ്റിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി. മേജർ ജനറൽ ഷാഹിദ് അമീർ അഫ്സൽ എന്ന് പറഞ്ഞ വ്യക്തി, മേജർ ജനറൽ അലം അമീർ അവാൻ, ഈ ഒരു വ്യക്തി, ഈ 3 പേരും പാകിസ്ഥാനിൽ വളരെ നിർണായകമായിട്ടുള്ള പൊസിഷനിലുള്ള ആൾക്കാരാണ്. ഇവർ 3 പേരും തന്നെയാണ് ഈ ഡാക്കയിൽ റാഡിസൺസ് ബ്ലൂ എന്ന് പറഞ്ഞ ഹോട്ടലിൽ വന്ന് താമസിച്ചത്. ഇവർ ശരിക്കും പറഞ്ഞാൽ EK 586 എന്ന് പറഞ്ഞ എമിറേറ്റ്സ് ഫ്ലൈറ്റിലാണ് ഇവർ വന്ന് ഇറങ്ങിയതും പോയതും എല്ലാം.
ഇതിനിടയ്ക്ക് ചൈനയുടെ ഒരു നാടകം കൂടെ അവിടെ നടക്കുന്നുണ്ട്. ചൈന അവിടെ ആ സിലിഗുരിക്ക് തൊട്ട് താഴെയുള്ള ഒരു സ്പേസിൽ അവർ എയർ ബേസ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നതായിട്ടുള്ള വാർത്തകളും കൂടി വരുന്നുണ്ട് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ നിന്നും. എല്ലാം തന്നെ ആർമി ഇതിനെയൊക്കെ എതിർക്കുന്നുണ്ട്. ആർമി കോഡിയലി കുറെ പോയിന്റുകളെ എതിർക്കുന്ന കാരണം കൊണ്ടാണ് ശരിക്കും യൂനസിന് അവിടെ നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പം ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ വക്കാറുസമാൻ ഷെയ്ഖ് ഹസീനയുടെ റിലേറ്റീവും കൂടിയാണ്. അതും നമ്മളിവിടെ പറയാതെ പോകാൻ വയ്യ. ചൈന കുറെ നാൾ കൊണ്ട് തന്നെ ഈ ഒരു തൈവാൻ നാടകം തുടരുകയാണ്. അതായത് തൈവാന്റെ അടുത്ത് ഇനിയും ഒരു 3 ദിവസത്തേക്ക് ഒരു മിലിറ്ററി ഡ്രില്ല്, അതേപോലെ തന്നെ എയർക്രാഫ്റ്റ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ലൈവ് ഡ്രില്ല് നടത്താൻ വേണ്ടിയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ് അടുത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ചൈന ഈ നാടകം നടത്താൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. ഏതാണ്ട് 1940 മുതലേ ചൈന ഇതിന്റെ പുറയിലുണ്ട്. പക്ഷെ ഇതുവരെ തൈവാനെ പിടിച്ചടക്കിയമാതിരി നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ തൈവാൻ ഒരു സുപ്രഭാതത്തിൽ തിരിച്ചടിക്കുമ്പം ചൈനയ്ക്ക് അത് വല്ലാത്ത രീതിയിൽ കൊള്ളാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ ചൈന അറ്റാക്ക് ചെയ്ത് ആ തൈവാനെ പിടിച്ചെടുക്കുന്നെങ്കിൽ പിടിച്ചെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വാലും ചുരുട്ടി വെച്ചുകൊണ്ട് മിണ്ടാതെ മൂലയ്ക്ക് ഇരിക്കുക എന്നുള്ളതാണ്. കാരണം ഫിലിപ്പൈൻസുമായിട്ട് ഇപ്പോൾ അടുത്ത് ഇതേപോലെ രീതിയിലുള്ള ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. ഫിലിപ്പൈൻസുമായിട്ടും ഇപ്പോൾ വലുതായി അടുത്തൊരു മിലിറ്ററി പരേഡ് ഡ്രില്ല് ഞങ്ങൾ ഇതെല്ലാം ഓഷനിലെ ലൈവ് ഡ്രില്ലൊക്കെ നടത്തുമെന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനമായിട്ടൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വാർഷിപ്പുകളൊക്കെ അവർ സ്ട്രാറ്റജിക് പോയിന്റിൽ നിർത്തി വെച്ചിട്ടുണ്ട് ചൈന. ഫിലിപ്പൈൻസും കട്ടയ്ക്ക് നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവർ അതേപോലെ ഫിലിപ്പൈൻസും വാർഷിപ്പുകളൊക്കെ ഇറക്കി തന്നെ ചൈനയെ ചേർത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊരു ടെൻഷൻ ഈ രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട്. സൗത്ത് ചൈന സീ ഏരിയയിൽ ഇങ്ങനൊരു ക്ലാഷ് ഇപ്പോൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. ടെൻഷൻ റീസെന്റ് ആയിട്ട് ഒരു പ്രഷർ അവിടെ ബിൽഡ് ആകുന്നുണ്ട്. നമ്മൾ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിന്റെ ചില അസൂയകളും ട്രംപിന്റെ ചില ജലസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു പദ്ധതിയുണ്ട്. അതായത് ഈ ഒരു ട്രംപിന്റെ കാലപരിധിയിലോ അല്ലെങ്കിൽ അതിലുപരിയായിട്ടോ അമേരിക്കയ്ക്ക് ഒരു താല്പര്യമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ട്രംപ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലപരിധിയിൽ ഇന്ത്യ ഒരിക്കലും 4 ട്രില്യൺ എക്കോണമി ക്രോസ് ചെയ്യാൻ പാടില്ല. GDP-യിൽ ഇന്ത്യ GDP-യിൽ 4 ട്രില്യൺ വളർച്ച നേടാൻ പാടില്ല. അതിനവർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ആപ്പിളിന്റെ കമ്പനി ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്ത് ഒരുപാട് ആപ്പിൾ ഫോണുകൾ അമേരിക്കയുടെ ഉള്ളിൽ സെയിൽ നടക്കുന്നുണ്ട്. അതിനെ ഗണ്ണിച്ചുകൊണ്ട് ട്രംപ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് ആപ്പിൾ കാണിക്കുന്ന പരിപാടി എനിക്ക് തീരെ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ ഇന്ത്യയിൽ പോയി മാനുഫാക്ചറിങ് ചെയ്ത് അമേരിക്കയിൽ കൊണ്ട് വിൽക്കുന്ന പരിപാടി നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് റീകൺസിഡർ ചെയ്യണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ 25% ഇന്ത്യയിൽ നിന്നും വരുന്ന ആപ്പിൾ ഫോണുകളുടെ മേളിൽ ടാരിഫ് ഈടാക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അതായത് ഒരു രാജ്യവുമായിട്ട് ഒരു റെസിപ്രോക്കൽ ടാരിഫ് എന്നുള്ള നിലയിൽ നെഗോസിയേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഒരു സ്പെസിഫിക് കമ്പനിക്ക് ഞാൻ ടാരിഫ് ഇടും എന്ന് പറഞ്ഞിട്ട് അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ട്രംപ് ഓവർ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കേണ്ടത്. അപ്പം ട്രംപിന് എവിടെയൊക്കെ ഏതൊക്കെ രീതിയിലൊക്കെ എന്തൊക്കെ തോന്നുന്നോ ആ രീതിയിലൊക്കെ ഉണ്ടാക്കിയ കരാറിനെ ഒരു രീതിയിലുള്ള ഒരു മര്യാദയും കാണിക്കാണ്ട് തോന്നിയ മാസത്തിന് ഓരോ കമ്പനികളെയും സ്പെസിഫിക് ആയിട്ട് തിരഞ്ഞെടുത്ത് അവർക്കും ടാരിഫ് കൊടുത്ത് അവരെ വരുതിക്ക് വരുത്താൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യയിൽ ഫോൺ ഉൽപ്പാദിപ്പിച്ച് അമേരിക്കയിൽ വിറ്റാൽ എന്താണ് കുഴപ്പം? 25 അല്ല, നീ 55 എന്ത് ടാരിഫും കൊടുത്തു. പക്ഷേ 4 വർഷമേ നീ ഇവിടെ ഉണ്ടാവും. അത് കഴിയുമ്പം ഈ പൊസിഷനിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട വിഷയം. അതേപോലെ ട്രംപ് യൂറോപ്പിനിട്ട് വീണ്ടും ഒരു പണി കൊടുത്തിരിക്കുകയാണ്. യൂറോപ്പിനിട്ട് കൊടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ മൊത്തം യൂറോപ്പ് അമേരിക്കക്കെതിരെ തിരിഞ്ഞു നിന്നെങ്കിലും പിന്നീട് ഉക്രൈനുമായിട്ടൊക്കെ സംസാരിച്ച് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം 2 മണിക്കൂർ ഏതാണ്ട് ട്രംപ് പുടിനുമായിട്ട് സംസാരിച്ചിട്ട് യൂറോപ്യൻ യൂണിയനെ നല്ല രീതിയിൽ കൺഫെംറ്റ് ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല അതിലുപരിയായിട്ട് ഒരു 50% ടാരിഫും കൂടി അങ്ങ് വെച്ചു കൊടുത്തിരിക്കുകയാണ്. കാരണമായിട്ട് ട്രംപ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങൾ അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് റെസിപ്രോക്കൽ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ശ്രമിക്കുന്നെങ്കിലും അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് ഒരുപാട് സാധനങ്ങൾ ഇറക്കുമതി ആകുന്നുണ്ട്. ആ ഇറക്കുമതി ചെയ്യപ്പെടുന്ന സാധനങ്ങൾ ആ രാജ്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓരോ യൂറോപ്യൻ യൂണിയനിലേക്കുമുള്ള രാജ്യങ്ങളുടെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും അവർ വേറെ വേറെ രീതിയിൽ ചില ടാക്സുകളൊക്കെ അപ്ലൈ ചെയ്ത് ഇതിന്റെ പ്രൈസ് വീണ്ടും ഉയർത്താനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് എന്നുള്ള സ്മോളസ്റ്റ് ഡീറ്റെയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ട്രംപ് ഈ ഒരു 50% ബേസിക് ടാക്സ് ആയിട്ട് ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു തിരിച്ചടിയാണ്. പിന്നെ ബംഗ്ലാദേശിൽ ഒരു പോയിന്റ് കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, വക്കാറുസമാൻ പറയുന്നത് യൂനസിന്റെ അടുത്ത് ഡിസംബർ 2025 ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഇലക്ഷൻ നടത്തണം എന്നാണ് പറയുന്നത്. പക്ഷേ യൂനസ് പറയുന്നത് എനിക്ക് 2026 മാത്രമേ ഇലക്ഷൻ നടത്താൻ കഴിയൂ. 2026 എന്ന് പറയുമ്പോഴത്തേക്കും അത് 2026 ഡിസംബറിനുള്ളിൽ. അപ്പോൾ വീണ്ടും ഒരു 1 ഇയർ കൂടി വേണ്ടി വരും. അതാണ് യൂനസ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആർമി ചീഫായിട്ടുള്ള വക്കാറുസമാൻ ഡിമാൻഡ് ചെയ്യുന്നത് ഡിസംബർ 2025 തന്നെ നടത്തണം. കാരണം ആ ഒരു കാലപരിധി മതിയാവും. അതിൽ കൂടുതൽ ഒരു കാലപരിധി യൂനസിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നുള്ള രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ് ആർമിയുടെ സൈഡിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇതിനും യൂനസ് എതിരാണ്. ഇങ്ങനെ പല സാഹചര്യങ്ങൾ, അതായത് നേരെ പോ എന്ന് പറയുന്ന പല സാഹചര്യങ്ങൾക്കും യൂനസിന്റെ ഇപ്പോഴത്തെ നിലവിലെ സർക്കാർ എതിര് നിൽക്കുന്നതാണ് ആർമിയെ ഇപ്പോൾ ഈ ഒരു ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ഫോഴ്സ്ഫുള്ളി നയിക്കുന്ന ഒരു ഘടകം. പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് IMF ലോണ് പാസ്സായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
IMF പറഞ്ഞത് നിങ്ങൾ ബഡ്ജറ്റ് പാസ്സാക്കൂ, ആ ബഡ്ജറ്റ് പാസ്സാക്കുമ്പോഴത്തേക്കും പാർലമെന്റിൽ വെച്ചിട്ട് ബഡ്ജറ്റ് പാസ്സാക്കണം. ബഡ്ജറ്റ് പാസ്സാക്കുന്ന സമയത്ത് എന്തെല്ലാം ആനുകൂല്യങ്ങൾ നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സബ്സിഡി അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം വെട്ടിക്കുറയ്ക്കണം, അതെല്ലാം എടുത്ത് മാറ്റണം, നീക്കം ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബഡ്ജറ്റിൽ നിന്നും. അപ്പം അങ്ങനെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാന്റെ ഉള്ളിൽ പാകിസ്ഥാന്റെ നിലവിലെ ഗവൺമെന്റിന് തിരിച്ചടിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ജനസേവന പദ്ധതികൾ ഒന്നും തന്നെ ഉൾപ്പെടുത്താത്ത ഒരു ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ജനങ്ങളുടെ പ്രതികരണം? അത് തീർച്ചയായിട്ടും നെഗറ്റീവ് തന്നെയായിരിക്കും നിലവിലെ സർക്കാരിന്. അപ്പം അങ്ങനെ ഷഹബാസ് ഷെരീഫ് ഭരിക്കുന്ന ഈ ഒരു സർക്കാരിന് ഒരു തിരിച്ചടിക്ക് സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ IMF കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഞങ്ങളാണ്, ഞങ്ങളുടെ പൈസ ഞങ്ങൾ തരുന്നു, അത് ഞങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് ഞങ്ങൾ പറയും. കാരണം ഞങ്ങൾക്ക് ഈ പൈസ തിരിച്ചടവ് വേണമല്ലോ. അപ്പോൾ തിരിച്ചടവ് തരുന്ന രീതിയിൽ പാകിസ്ഥാനെ തിരിച്ചടയ്ക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാകുന്ന രീതിയിൽ അവർ സ്ട്രക്ചർ ചെയ്യും കാര്യങ്ങളൊക്കെ. അങ്ങനെ നിങ്ങൾ ഇതിന് സപ്പോർട്ടീവായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ലോൺ ഞങ്ങൾക്ക് പാസ്സാക്കി തരാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് IMF. പാകിസ്ഥാൻ ശരിക്കും ഒരു കെണിയിൽപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് പാകിസ്ഥാൻ. ഞാൻ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതായത് ബലൂചിസ്ഥാൻ മേഖലയിൽ ഒരു സ്കൂൾ ആക്രമണം നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതേസമയം ഖൈബർ പഖ്തൂണ മേഖലയിൽ ആക്രമണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അത് ഇന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ബലൂചിസ്ഥാൻ മേഖലയിൽ സംഭവിച്ചത് സ്കൂൾ ആക്രമണമല്ല, അവിടെ ഒരു മിലിറ്ററി വെഹിക്കിളിന്റെ മേലിലാണ് ആക്രമണം സംഭവിച്ചത്. 3 ഉദ്യോഗസ്ഥർ, പാകിസ്ഥാനിലെ 3 ആർമി ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. അവരുടെ സംസ്കാരം ഇന്നലെ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഖൈബർ പഖ്തൂണ മേഖലയിൽ തെഹ്രീക്ക് താലിബാൻ എന്ന് പറഞ്ഞ ആ ടീം അവർ പാകിസ്ഥാന്റെ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. കട്ടയ്ക്ക് അടിച്ച് പൊളിച്ച് തകർത്ത് റെഡിയാക്കി കൈ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഒരു സൈഡിൽ ഇല്ലെങ്കിൽ ഒരു സൈഡിൽ പാകിസ്ഥാന് നിരന്തരം ഉള്ളിൽ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിങ്ങനെ സംഭവിക്കൂ, അതിൽ യാതൊരു മാറ്റമില്ല. കാരണം അവരുടെ ഐഡിയോളജി അങ്ങനെയാണ്. ഇതിനിടയ്ക്ക് ചൈനയുടെ നാടകം എന്ന് പറഞ്ഞാൽ J-35A എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട വിമാനം ഒരു പരീക്ഷണ പറക്കൽ എന്നുള്ള നിലയിൽ ഗിൽജിറ്റ് ബാൽത്തിസ്ഥാൻ മേഖലയിൽ, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒരു പരീക്ഷണ പറക്കൽ നടത്തിയിട്ടുണ്ട്. ഈ J-35 കൊണ്ട് ഒന്നും നേടാനില്ല. പിന്നെ അവർ പച്ച കളർ പെയിന്റ് ഒക്കെ അടിച്ച് ജസ്റ്റ് ഒരു പാകിസ്ഥാന്റെ തന്നെ ആക്ച്വൽ ഫ്ലൈറ്റ് ആണെന്ന രീതിയിലൊക്കെ ഒരു ഫൈറ്റർ ജെറ്റ് എടുത്ത് തലങ്ങും 2 റൗണ്ടൊക്കെ അടിച്ച് സെറ്റാക്കി ഒന്ന് പറപ്പിച്ച് കാണിച്ചതാണ്. കാരണം ഓൾറെഡി തന്നെ ചൈനീസ് എയർക്രാഫ്റ്റ് കമ്പനികൾ പൊട്ടിപ്പാളിസായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ കുറഞ്ഞ അവസ്ഥയിലാണ്. കാരണം ഇന്ത്യ കൊടുത്ത ആ ഒരു പ്രഗ്രാം ഓപ്പറേഷൻ സിന്ദൂർ, അതിലൂടെ തകർന്നടിഞ്ഞാണ് തുർക്കിയും പാകിസ്ഥാനും. തുർക്കിയുടെ ഡ്രോണുകളൊന്നും അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള സൊഫസ്റ്റിക്കേറ്റഡ് ഡ്രോൺ അല്ല എന്നാണ് ബോൾട്ടൺ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ നിന്നുള്ള ഒരു റിസർച്ച് അനലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. തുർക്കിയെക്കാളും എത്രയോ ബെറ്റർ പ്രോഡക്റ്റ് പല രാജ്യങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. ആദ്യമായി OIC, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൗൺസിൽ എന്ന് പറഞ്ഞ ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യക്ക് എതിരെ ഒരു പ്രമേയം പാകിസ്ഥാൻ കൊണ്ടുവന്നിട്ട് അത് ശക്തമായ രീതിയിൽ പാസ്സാക്കിയെടുക്കാൻ പറ്റാതെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട അവസ്ഥയിൽ എത്തിപ്പെട്ട പാകിസ്ഥാൻ. അതിന് ഒരുപാട് രാജ്യങ്ങൾ OICയിൽ നിന്നും പാകിസ്ഥാൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങളുടെ രാജ്യത്തിനുള്ളിൽ നിങ്ങൾ തീവ്രവാദം വളർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇന്ത്യയെ കണ്ടംപ്റ്റ് ചെയ്യാൻ ഈ ഒരു സാഹചര്യത്തിൽ ആവശ്യപ്പെടുന്നതെന്നാണ് ചോദിച്ചത്. അതിൽ ആകെ പാകിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റിനെ പിന്തുണച്ച ഒറ്റൊരു രാജ്യമാണെന്ന് പറയുന്നത്, ആകെ കൂടെ പാകിസ്ഥാന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ പിന്തുണയ്ക്കാൻ ഒരുങ്ങിയത് തുർക്കി എന്ന് പറഞ്ഞ ഒറ്റൊരു രാജ്യമാണ്. ഇന്തോനേഷ്യ, ഈജിപ്ത്, അതേപോലെ തന്നെ ബഹ്റൈൻ, ഒട്ടുമിക്ക അറബ് രാഷ്ട്രങ്ങളും പാകിസ്ഥാൻ കൊണ്ടുവന്ന ഈ ഒരു റെസൊല്യൂഷനെ OICയിൽ തള്ളിക്കളയുകയാണ് ചെയ്തത്. അതാണ് ഈ ഒരു OICയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടാവുക. OICയിൽ തന്നെ നാണം കെട്ട ഒരു അവസ്ഥയായി പോയി പാകിസ്ഥാൻ. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഇന്നലെ ജർമ്മനിയിൽ ഒരു സ്പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ജർമ്മനിയിൽ കൊടുത്ത സ്പീച്ചിൽ പറഞ്ഞത്, ജർമ്മനിയുടെ സെൽഫ് ഡിഫൻസ് എന്ന് പറഞ്ഞ ആ ഒരു ആശയത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. അവസാനം ഒരു വാർത്ത കൂടെ പറഞ്ഞ് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. മൊറീഷ്യസിന്റെ അടുത്ത് കിടക്കുന്ന ഒരു ഐലൻഡാണ് ചാഹോസ് ഐലൻഡ്. ഈ ചാഹോസ് ഐലൻഡ് എന്ന് പറയുന്നത് UK അണ്ടറിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇത് കുറച്ചാൾ അമേരിക്കയുടെ ബേസിന് വേണ്ടിയിട്ട്, അമേരിക്കയുടെ മിലിറ്ററി ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടൊക്കെ കൊടുത്തിരുന്നതാണ് UK. അപ്പൊ അതിന്റെ തർക്കം ഇങ്ങനെ കുറെ നാൾ കൊണ്ടേ നിലനിൽക്കുന്നുണ്ട്. ആർക്കും വെച്ചാൽ UKക്കും മൊറീഷ്യസിനും എതിരെ ഒരു തർക്കമുണ്ട് ഈ ഒരു ചാഹോസ് ഐലൻഡിനെ ചൊല്ലി. ഈ ചാഹോസ് ഐലൻഡിനെ ചൊല്ലി, അതിന്റെ അവകാശത്തിനെ ചൊല്ലി 2 രാജ്യങ്ങൾക്കും തമ്മിൽ തർക്കമുണ്ട്. ഇപ്പൊ UK ആണ് നിലവിൽ അതിന്റെ അവകാശം ഇങ്ങനെ നിലനിർത്തി പോകുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ UK കീർ സ്റ്റാർമർ ഇപ്പൊ എടുത്തിരിക്കുന്ന ഒരു നടപടി എന്ന് പറഞ്ഞാൽ, ഈ ഒരു ചാഹോസ് ഐലൻഡ് മൊറീഷ്യസിന് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ധാരണയ്ക്കാണ്. ഈ ചാഹോസ് ഐലൻഡ് മൊറീഷ്യസിന് അവകാശപ്പെട്ടതാണ്, അത് മൊറീഷ്യസിന് തന്നെ കൊടുക്കാം എന്നുള്ള നിലയിലുള്ള ഒരു തീരുമാനം വൈകാതെ തന്നെ UK പാർലമെന്റിൽ പാസ്സാക്കി അത് നടപ്പിലാക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് എത്ര പെട്ടെന്ന് നടക്കും നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പൊ നിലവിലെ ഒരു കീർ സ്റ്റാർമർ ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സംഭവിക്കാമെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഒരു ഐലൻഡ് തിരിച്ച് മൊറീഷ്യസിന്റെ കയ്യിൽ തന്നെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കും നല്ലത് തന്നെയാണ്. കാരണം
ഇതിലൊരു ചെറിയൊരു ഇതിനകത്ത് ചെറിയൊരു ഡൗട്ട് ഉള്ളത്, UK ഈ ഒരു ഐലൻഡ് വിട്ടുപോയി കഴിഞ്ഞാൽ അവിടെ ചൈന വന്ന് ആധിപത്യം സ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്നത്. പക്ഷേ മൊറീഷ്യസ് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു രാജ്യമാണ്, ബെറ്റർ ദൻ ചൈന. ചൈനയെക്കാളും ഇന്ത്യക്കാണ് മൊറീഷ്യസിലെ ഇൻഫ്ലുവൻസ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് കൾച്ചർ പരമായിട്ടും നമുക്കും മൊറീഷ്യസിനും ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാഹോസ് ഐലൻഡ് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക എന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യക്ക് വേണമെങ്കിൽ മൊറീഷ്യസുമായിട്ട് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് അവിടെ വേണ്ട രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഇന്ത്യക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. പിന്നെ USA ഇതിന്റെ ഇടയിൽ കളിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിലവിൽ ഇതാണ് ഈ ഒരു ചാവോസ് ഐലൻഡിനെ ചൊല്ലി ഡെവലപ്പ് ആകുന്ന പുതിയ സ്റ്റോറി. അപ്പോൾ എന്തായാലും കുറേ വിഷയങ്ങൾ നമ്മൾ ഇതിനകത്ത് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.